ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങണം എന്നുള്ളത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യവും ഒരു പ്രമുഖ ബ്രാൻഡിൻ്റെ ഞാൻ ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യുകയും ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിന് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ ചൂസ് ചെയ്യുകയും അത് സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് അതിൽ കംപ്ലൈൻറ്റുകൾ കാണുകയും ചെയ്യുന്നുണ്ട്. കംപ്ലൈൻറ്റുകൾ പലതായിരിക്കാം. പക്ഷേ ഇലക്ട്രിക് വാഹന വിപണി എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഏകദേശം ഒരു നൂറ്റാണ്ടിലധികമായി പെട്രോളും ഡീസലും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എഞ്ചിനുകൾ നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് തന്നെ അത് റിഫൈൻഡായി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അതിൻ്റെ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളൊക്കെ ഉള്ള ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളെന്ന് പറയുന്നത് മോട്ടോറും ലിഥിയം അയോൺ ബാറ്ററിയും മാത്രമാണ് എന്നുള്ളതും അധികം മൂവിങ് പാർട്സുകളില്ല എന്നുള്ളത് കൊണ്ട് സെറ്റായിട്ട് തന്നെ റീപ്ലേസ് ചെയ്യേണ്ട പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ കൊണ്ട് ആളുകൾക്ക് പലപ്പോഴും സർവീസ് സെൻറ്റർ കയറി ഇറങ്ങാനും ഒരുപാട് നാൾ വാഹനം എടുക്കാതിരിക്കാനുള്ള പ്രശ്നങ്ങളുണ്ട്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ രംഗത്താണ് നിൽക്കുന്നത് എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ടൊരു കാരണം ലിഥിയം അയോൺ ബാറ്ററികൾ എന്ന് പറയുന്ന അതിലുപയോഗിക്കുന്ന റീചാർജബിൾ ബാറ്ററികളുടെ പ്രത്യേകതയാണ്. നമ്മുടെ മൊബൈൽ ഫോണിലായാലും ഈ ചാർജ് ചെയ്യുന്ന ബ്ലൂടൂത്ത് ഉപകരണങ്ങളിലായാലും ഒക്കെ തന്നെ ലിഥിയം അയോൺ ബാറ്ററികൾ വർഷങ്ങളായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 50 വർഷത്തിലധികമായി ഈ ഒരു ടൈപ്പ് ബാറ്ററി നിലവിലുണ്ട്. എന്നാൽ കാറുകളിലേക്ക് ലിഥിയം അയോൺ ബാറ്ററി കൊണ്ടുവന്ന സമയത്താണ് നിരവധി വെല്ലുവിളികൾ നേരിടാൻ തുടങ്ങിയത്. ആ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് പുതിയൊരു ടൈപ്പ് ബാറ്ററി കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഒരുപാട് കമ്പനികൾ എന്നുള്ള വിഷയമാണ് ഞാൻ അവതരിപ്പിക്കുന്നതെങ്കിലും നമ്മൾ സാധാരണ ഇലക്ട്രിക് വാഹനങ്ങളിൽ കാണുന്ന ലിഥിയം അയോൺ ബാറ്ററികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഒന്ന്, അത് വളരെ സമയമെടുത്ത് മാത്രമേ റീചാർജ് ആവൂ. അത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AC DC ഫാസ്റ്റ് ചാർജറുകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് 1 മണിക്കൂറും പിന്നെ 7 മണിക്കൂറും നമ്മുടെ സ്വന്തം സോക്കറ്റിൽ നിന്ന് 14 മണിക്കൂറും ഒക്കെ എടുത്തുകൊണ്ട് ഒരു 300 കിലോമീറ്റർ അല്ലെങ്കിൽ 350 കിലോമീറ്റർ മാക്സിമം റേഞ്ച് കിട്ടുന്ന കാറുകളെ റീചാർജ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ റേഞ്ച് ആങ്സൈറ്റി ഉണ്ട്, ചാർജിങ് ആങ്സൈറ്റി ഉണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങളും തിയറിറ്റിക്കലി EVകൾ പ്രഥമദൃഷ്ടിയ ഉണ്ടാക്കുന്ന രണ്ട് ഇഷ്യൂസ് ആണെങ്കിലും ക്രമേണ കുറേ സൈക്കിളുകൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ 20%, 25% എന്നുള്ള നിലയ്ക്ക് ഇവയുടെ റേഞ്ച് നിലനിർത്താനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഇതുണ്ടാകാനുള്ള കാരണം ഈ ബാറ്ററിക്കകത്തുണ്ടാകുന്ന ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ചില രൂപങ്ങളാണ്. ലിഥിയമാണ് ഇവയുടെ ഇൻറ്റേർണലി ഉള്ള പ്രധാനപ്പെട്ട കമ്പോണൻ്റ് എന്ന് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ കുറേ നാളിങ്ങനെ ചാർജും ഡിസ്ചാർജും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഡെൻഡ്രൈറ്റുകൾ ഫോം ചെയ്യുന്നത്. മാത്രമല്ല ടെമ്പറേച്ചർ ഒരു 130 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോവുകയോ ഓവർ ചാർജിങ് സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തെർമൽ റണ്ണവേ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനും പൊട്ടിത്തെറിക്കുക മീൻസ് തീ പിടിക്കുക എന്ന് പറയുന്നൊരു പ്രശ്നത്തിലേക്ക് പോകാനുമുള്ള സാധ്യതയുണ്ട്. ഏറ്റവും അവസാനമായി ലിഥിയം അയോൺ ബാറ്ററികൾ ഉണ്ടാക്കാനായിട്ട് മൈനുകളിൽ നിന്ന് നമ്മളിത് എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അത് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ പല രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. പ്രകൃതിക്ക് ദോഷകരമായി മാറുകയും ചെയ്യുന്നു എന്ന വസ്തുതയുണ്ട്. അതായത് കാർ റീചാർജ് ചെയ്യുമ്പോൾ നമ്മൾ പെട്രോൾ അടിച്ച് അതിൽ നിന്ന് വരുന്ന പുകയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകാത്ത ഗ്രീൻ എനർജി സോഴ്സാണെന്ന് പറയുമ്പോഴും ആക്ച്വലി ഇതിൻ്റെ പിന്നിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ ഭീകരമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു കാര്യമായ ചേഞ്ച് ഉണ്ടാകുന്നതിന് വേണ്ടി ഒരുപാട് കമ്പനികൾ വർഷങ്ങളായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ, SSB എന്ന് പറയും. ഇതിനെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. എന്നാൽ എന്തുകൊണ്ടാണ് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ നമ്മുടെ ഇൻഡസ്ട്രി കീഴടക്കാത്തത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ കോംപ്ലക്സിറ്റി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ലിഥിയം അയോൺ ബാറ്ററികളിൽ തെർമൽ റണ്ണവേ ഉണ്ടാകുന്നതിനും തീ പിടിക്കുന്നതിനും ചില സമയങ്ങളിൽ ലീക്ക് ഉണ്ടാകുന്നതിനുമൊക്കെ പ്രധാനപ്പെട്ട കാരണം അതിനകത്ത് ചാർജിങ്ങിനും ഡിസ്ചാർജിങ്ങിനും സഹായിക്കുന്ന 2 ഇലക്ട്രോഡുകളുണ്ടല്ലോ, ആനോഡ് കാഥോഡ്. അവയ്ക്കിടയിലൂടെ അയോണുകൾ സഞ്ചരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഇലക്ട്രോലൈറ്റുകൾ ലിക്വിഡ് രൂപത്തിലോ ജെല്ലിൻ്റെ രൂപത്തിലോ ഇരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. അതായത് നമ്മൾ ചാർജ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സംഭവിക്കുക. നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ നിന്നും മറ്റൊരു ഇലക്ട്രോഡിലേക്ക് അയോണുകൾ സഞ്ചരിക്കും. തിരിച്ച് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ പഴയ സ്ഥാനത്തേക്ക് തിരികെ വരും. പക്ഷേ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഈ ഒരു നടുക്കുള്ള ലിക്വിഡ് ഫോമിലുള്ള ഇലക്ട്രോലൈറ്റിലൂടെയാണ്. ഈ ഇലക്ട്രോലൈറ്റാണ് പ്രശ്നക്കാരൻ. ഈ ഇലക്ട്രോഡിലൂടെയാണ് ചെറിയ മുള്ളുകൾ പോലെയുള്ള ഭാഗങ്ങൾ വളരുകയും ഈ 2 ആനോഡും കാഥോഡും കൂട്ടിമുട്ടി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും ചെയ്യുന്നത്. സോ ഇതിൻ്റെ നടുക്കുള്ള ഇലക്ട്രോലൈറ്റിനെ മാറ്റുക എന്നുള്ളതാണ് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററിയുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇൻഡസ്ട്രിയിൽ ആരൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിനു വേണ്ടി റേസ് ചെയ്യുന്നത്? ലിഥിയം അയോൺ ബാറ്ററിയെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ടെസ്ല വളരെ കാലമായിട്ട് ശ്രമിക്കുകയും അവരുടെ പുതിയ മോഡൽ കാറുകൾക്ക് റേഞ്ചും സേഫ്റ്റിയും കൂട്ടിക്കൊണ്ട് വളരെ വലിയ മെക്കാനിസങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
അതേസമയം BYD പോലെയുള്ള ചൈനീസ് കമ്പനികൾ ബ്ലേഡ് ബാറ്ററികൾ പോലെയുള്ള അത്യാധുനികമായ മറ്റ് സാങ്കേതിക വിദ്യകളിലൂടെ കാറിൻ്റെ റേഞ്ചും കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതേസമയം ടൊയോട്ട എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കാർ കമ്പനി നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇലക്ട്രിക് കാറുകളൊന്നും ഇറക്കിയിട്ടില്ല. കാരണം 2017 മുതൽ അവർ പറയുന്നൊരു കാര്യം ലിഥിയം അയോൺ ബാറ്ററിയിലല്ല തങ്ങളുടെ നോട്ടമെന്നാണ്. അവർ അന്ന് മുതൽ ശ്രമിക്കുന്നത് സത്യത്തിൽ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി എന്ന് പറയുന്ന ഈ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് ഇല്ലാത്ത ബാറ്ററികൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. ഒരുപക്ഷേ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ പേറ്റൻറ്റുകൾ നേടിയിരിക്കുന്ന കമ്പനിയും ടൊയോട്ടയാണ് എന്ന് പറയാം. അവരുടെ വാക്ക് വെറും വാക്കല്ല. 2027 ആകുമ്പോൾ ഇപ്പോഴുള്ള EVകളേക്കാൾ 2 മടങ്ങ് റേഞ്ച് കിട്ടുകയും നല്ല രീതിയിൽ റീചാർജ് കപ്പാസിറ്റിയും മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത തരത്തിൽ ഇലക്ട്രിക് വെഹിക്കിളുകൾ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറക്കുമെന്ന് ടൊയോട്ട വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ക്വാണ്ടം സ്പേസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനിയെ ബാക്ക് ചെയ്യുന്നത് വോൾസ്വാഗൺ എന്ന് പറയുന്ന ഭീമൻ കാർ ഗ്രൂപ്പാണ്. ക്വാണ്ടം സ്പേസും ഈ മേഖലയിൽ പല വെല്ലുവിളികളെയും അതിജീവിക്കുകയും അവർ പ്രോട്ടോടൈപ്പുകൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ടൊയോട്ട തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 1,00,000 കിലോമീറ്റർ വരെ ഓടിച്ചാൽ പോലും എനർജി ലോസ് വരാത്ത തരത്തിൽ 800 ചാർജ് സൈക്കിളിലധികം നിൽക്കുന്ന 10 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാൻ കഴിയുന്ന സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളുടെ പ്രോട്ടോടൈപ്പുകൾ പുറത്തിറക്കിയിരുന്നു. ക്വാണ്ടം സ്പേസും ഇതുപോലെ വളരെ വലിയ മൈൽ സ്റ്റോണുകൾ ഉണ്ടാക്കിയിരുന്നു. അവരും ഇപ്പോഴത്തെ ലിഥിയം അയോൺ ബാറ്ററികളെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്താണ് ഇതിൽ പ്രാഥമികമായിട്ടുള്ള പ്രശ്നം? ഇലക്ട്രോലൈറ്റിനെ മാറ്റിയിട്ട് സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചാൽ പോരെ? പക്ഷേ ഈ ലിഥിയം അയോൺ ബാറ്ററിയിലിരിക്കുന്ന അതേ തരത്തിലുള്ള ലിഥിയം മെറ്റലും ലിഥിയം ഓക്സൈഡും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി പ്രവർത്തിക്കുന്നതെങ്കിലും ഇതിൻ്റെ ഇടയിൽ നമുക്ക് വെറുതെ സോളിഡ് ഉപകരണങ്ങളെ കൊണ്ടുവയ്ക്കാൻ കഴിയില്ല. അവരാദ്യം സെറാമിക്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള പല മെത്തേഡുകൾ ചെയ്തു നോക്കി ഈ ഇലക്ട്രോലൈറ്റിനെ റീപ്ലേസ് ചെയ്യാൻ ഈ ഗവേഷകർ. എന്നാൽ ഇത് ബ്രിട്ടിലാണ്. സെറാമിക്സ് എന്ന് പറയുന്ന ബ്രിട്ടിലായിട്ടുള്ള ഉപകരണങ്ങളാണ്. പിന്നെ പോളിമറുകൾ പലതരത്തിൽ ഉപയോഗിച്ച് നോക്കി, ഓക്സൈഡുകൾ ഉപയോഗിച്ച് നോക്കി, സൾഫേറ്റുകൾ, അതായത് ഗ്ലാസിൻ്റെ പല ടൈപ്പ് ഉപകരണങ്ങളും ഒക്കെ തന്നെ ഉപയോഗിച്ച് നോക്കി. എന്നാൽ ഈ അയോണുകൾ പരസ്പരം ഇലക്ട്രോഡുകൾക്കിടയിലൂടെ ചലിക്കുന്നതിൽ കണ്ടക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടാകുന്നതായിട്ട് അവർ കണ്ടെത്തിയതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ഭാരം കുറയ്ക്കാൻ പറ്റും, ചാർജിങ് സൈക്കിൾ കൂട്ടാൻ പറ്റും, ഡെൻഡ്രൈറ്റുകൾ ഫോം ചെയ്യുന്നത് ഇല്ലാതാക്കാൻ പറ്റും, അതുപോലെ തന്നെ റേഞ്ച് കൂട്ടാൻ പറ്റും, എനർജി ഡെൻസിറ്റി കൂടുതലാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എങ്കിലും കൃത്യമായ രീതിയിൽ ഒരു സോളിഡ് ഇലക്ട്രോലൈറ്റ് സ്ഥാപിച്ച് അതിൻ്റെ ആ ഒരു കോമ്പോസിഷൻ കറക്റ്റ് വയ്ക്കുക എന്ന് പറയുന്നത് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. ഞാനിതിനെക്കുറിച്ച് നിങ്ങളോട് കൂടുതലായിട്ട് പറഞ്ഞു തരണമെങ്കിൽ ഈ മേഖല എപ്പോഴേ ഇത് ഇമ്പ്രൂവ് ആയിരുന്നിരിക്കണം. പക്ഷേ ഗവേഷണം മാത്രം നടക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു ബേസിക്കൽ ബ്ലൂ പ്രിൻ്റ് മാത്രം നമ്മുടെ കയ്യിലുള്ളത് എന്നതാണ് വാസ്തവം. അപ്പോൾ ആക്ച്വലി ഈ രീതിയിലാണ് ഇപ്പോൾ ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത്. ടൊയോട്ട ഇപ്പോഴും ആവർത്തിക്കുന്നത് 2027 അവർ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ പുറത്തിറക്കുമെന്നുള്ളതാണ്. അപ്പോൾ വോക്സ്വാഗണും ടൊയോട്ടയൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട് എങ്കിൽ വളരെ വൈകാതെ തന്നെ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ നമ്മുടെ ലോകം കീഴടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വരുന്ന സമയത്താണ് ആൾറെഡി ലിഥിയം അയോൺ ബാറ്ററിയിൽ ഓടുന്ന നമ്മുടെ ഇലക്ട്രിക് കാറുകളുടെ ഭാവി എന്താകും എന്നുള്ള ചോദ്യം വരുന്നത്. ഒരുപക്ഷെ ഇവർ ഈ പറയുന്ന 1,60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷം എന്ന് പറയുന്ന വാറൻറ്റി കൊടുക്കുന്ന കമ്പനികളുണ്ട്, ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി കൊടുക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ തന്നെ മാർക്കറ്റിൽ ആൾറെഡി ഇറക്കിയ വാഹനങ്ങളെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി തിരിച്ചു വിളിക്കുകയോ ബാറ്ററി റീപ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പുതിയ ടൈപ്പ് ബാറ്ററികൾ കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഈ രംഗത്തെ രക്ഷിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 10 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആകുന്ന ഒരു ബാറ്ററി, അതുകൊണ്ട് 1000 കിലോമീറ്റർ റേഞ്ച് പോലും കിട്ടുകയാണെങ്കിൽ നമ്മുടെ പെട്രോൾ കാറുകളുടെയും ഡീസൽ കാറുകളുടെയും CNG വാഹനങ്ങളുടെയും ഭാവി തന്നെ തുലാസിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ ഉണ്ടാക്കുന്നത് കോംപ്ലക്സ് ആണ്, ചിലവ് കൂടുതലാണ്, അതിൻ്റെ മെറ്റീരിയലുകളും കോസ്റ്റ്ലിയാണ് എന്ന വാസ്തവം ഉറപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, നമ്മൾ പല പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഭാവിയിൽ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ ഉപയോഗിച്ചുകൊണ്ട് പറക്കുന്ന വിമാനങ്ങളും നമ്മുടെ നിരത്തുകൾ നിറയുന്ന ബസ്സുകളും ഒറ്റത്തവണ ചാർജ് ചെയ്താൽ ഒരാഴ്ചയോളം ഉപയോഗിക്കാൻ പറ്റുന്ന മൊബൈൽ ഫോണുകളും ബ്ലൂടൂത്ത് ഉപകരണങ്ങളും വയർലെസ് ഉപകരണങ്ങളും കൊണ്ട് നിറഞ്ഞ പുതിയൊരു ലോകമായിരിക്കും നമ്മളെ കാത്തിരിക്കുക എന്ന് പ്രത്യാശിക്കാം. അതിൻ്റെ പിന്നിൽ മറ്റ് കളികളൊന്നും ഉണ്ടായില്ല എങ്കിൽ. അങ്ങനെ വരുമ്പോൾ ഈ പവർ സ്റ്റോറേജ് എന്ന് പറയുന്ന ഇഷ്യൂവും വളരെ വലുതായിട്ട് വരാൻ സാധ്യതയില്ല. ഗ്രിഡുകളിൽ സപ്ലൈ കുറയുമ്പോൾ നമ്മൾ വലിയ തോതിലുള്ള ബാറ്ററികൾ ഉപയോഗിച്ചുകൊണ്ട് അത് സ്റ്റോർ ചെയ്യാം. വലിയ സോളാർ പാനലുകളിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ബാറ്ററി ചാർജ് ചെയ്ത് പകൽ മുഴുവൻ നമ്മൾ വൈദ്യുതി ലാഭിച്ചുകൊണ്ട് രാത്രി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അതിനൂതനമായ സംവിധാനമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. എന്തായാലും എല്ലാ ടെക്നോളജിയും ഇറങ്ങുന്ന സമയത്ത് ചിലവേറിയതുപോലെ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററിയും അതിൻ്റെ ടെക്നോളജിയും ഒക്കെ തന്നെ സാധാരണക്കാർക്ക് അപ്രാപ്യമായ രൂപത്തിൽ നിന്ന് ക്രമേണ എല്ലാവർക്കും കൈകളിൽ ഒതുങ്ങുന്ന രൂപത്തിലേക്ക് കൂടി മാറും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബിസിനസ്സിന് ഇന്നത്തെ കാലത്ത് അതിൻ്റെ നീഡ് അനുസരിച്ചുകൊണ്ട് നിലനിൽപ്പുള്ളൂ എന്ന വസ്തുത കൂടി ഓർപ്പിച്ച് ഞാൻ എപ്പിസോഡ് നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.